വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ബാലിൻ്റെ 450 പ്രവാചകന്മാരെയും ഇസബേലിൻ്റെ മേശയെങ്കിൽ നിന്ന് ഭക്ഷിച്ചു വന്ന 400 അക്ഷര പ്രവാചകന്മാരെയും വെല്ലുവിളിച്ചുകൊണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ വക്താവായി കർമ്മേൽ പർവ്വതത്തിൽ ഒറ്റയ്ക്ക് നിന്ന് അത്ഭുതം പ്രവർത്തിച്ച ഏലിയ പ്രവാചകൻ സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥനയാൽ തീ ഇറക്കി യാഗവസ്തുക്കളെ ദഹിപ്പിച്ച് യഹോവയാണ് ജീവനുള്ള ദൈവം എന്ന് തെളിയിച്ച ഏലിയ പ്രവാചകൻ. ബാലിൻ്റെ പ്രവാചകന്മാരെ കീശോൻ തോട്ടിനരികെ കൊണ്ടുവന്ന് അവിടെ വെച്ച് അവരെ വെട്ടിക്കൊന്നു കളഞ്ഞ ഏലിയ പ്രവാചകൻ. വിജയശ്രീലാളിതനായി യഹോവയുടെ സാക്ഷിയായി നിൽക്കുമ്പോഴാണ് അഹാബ് രാജാവിൻ്റെ ഭാര്യ ഇസബേലിൻ്റെ ഭീഷണിസ്വരം കേൾക്കുന്നത്. നാളെ ഈ നേരത്ത് ഞാൻ നിൻ്റെ ജീവനെ ബാൽപ്രവാചകന്മാരിൽ ഒരുത്തൻ്റെ ജീവനെപ്പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ. 1 രാജാക്കന്മാർ 19:2. കൊന്നുകളയും എന്ന ഈസബേലിൻ്റെ ഭീഷണി കേട്ട ഏലിയാവ് ഭയപ്പെട്ടു. ജീവരക്ഷയ്ക്കായി ഓടിപ്പോയ ഏലിയാവ് ഇപ്പോൾ മരുഭൂമിയിൽ ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട് യഹോവയായ ദൈവത്തോട് പറയുന്നത്, ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തു കൊല്ലണമേ. 1 രാജാക്കന്മാർ 19:4. ഏകനാണെന്നുള്ള ചിന്തയും നിരാശയും ഭയവും വിശപ്പും എല്ലാം ഏലിയാവിനെ തളർത്തി. എന്നാൽ ദൈവം ഏലിയാവിനെ കൈവിട്ടില്ല. ക്ഷീണത്തിനുള്ള കാരണം കണ്ടെത്തി ആദ്യം അവന് ഭക്ഷണം നൽകി, എഴുന്നേറ്റ് തിന്നുവാനുള്ള നിർദ്ദേശം നൽകി. ഏലിയാവിന് ഇപ്പോൾ വേണ്ടത് എന്തെന്ന് യഹോവയായ ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് വിശപ്പിന് ആഹാരം നൽകി അവനെ ബലപ്പെടുത്തി. ഏതെങ്കിലും സാഹചര്യത്തിൽ നാം നിരാശയിലും ഭയത്തിലുമാണോ? ഭയപ്പെടേണ്ട, ഏലിയാവിൻ്റെ ദൈവം ജീവിക്കുന്നു. നമുക്കാദ്യം വേണ്ടത് എന്തെന്ന് ദൈവത്തിന് അറിയാം. അത് അവൻ മുന്നമേ നമുക്ക് നൽകും. വിശ്വാസ ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്നതുകൊണ്ട് ദൈവം നമ്മെ ഉപേക്ഷിക്കില്ല. എന്നാൽ പരാജയത്തെ വിജയമാക്കണമെങ്കിൽ ദൈവം പറയുന്നത് അതുപോലെ അനുസരിക്കണം. വിജയം നേടുവാനുള്ള ചില വഴികൾ 1 രാജാക്കന്മാർ 19:5 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. 1. ദൈവ ഉദ്ദേശം മനസ്സിലാക്കണം. ചുരച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങിയ ഏലിയാവിനെ ഉണർത്തി ചുട്ട അടയും വെള്ളവും നൽകിക്കൊണ്ട് എഴുന്നേറ്റ് തിന്നുവാൻ ആവശ്യപ്പെടുന്നു. 1 രാജാക്കന്മാർ 19:5 മുതൽ 7 വരെ. തുടർന്ന് യാത്ര തുടരുവാൻ ആവശ്യപ്പെടുന്നു. ഈ 2 നിർദ്ദേശങ്ങളും ഏലിയാവ് അനുസരിച്ചു. നിരാശയുടെ അനുഭവങ്ങളിൽ ദൈവം നമ്മെ തട്ടി ഉണർത്തിക്കൊണ്ട് നൽകുന്ന നിർദ്ദേശം അനുസരിക്കണം. നമുക്കുണ്ടാകുന്ന അപകടങ്ങൾ, രോഗം, പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ ഒക്കെ ദൈവത്തിൻ്റെ തട്ടി ഉണർത്തൽ ആണ്. അവയിൽ കൂടി നൽകുന്ന ഉദ്ദേശം എന്തെന്ന് നാം മനസ്സിലാക്കണം. സമുദ്രത്തിൻ്റെ കൊടുങ്കാറ്റ് അടുപ്പിച്ച് തിരിയിളകിയിട്ടും അതിൻ്റെ കാരണവും ഉദ്ദേശവും മനസ്സിലാക്കുവാൻ ശ്രമിക്കാതെ ഉറങ്ങിയ യോനയെപ്പോലെയല്ലേ ഇന്ന് വിശ്വാസ സമൂഹം പ്രവർത്തിക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ദൈവഹിതം മനസ്സിലാക്കുമ്പോൾ മാത്രമേ ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കുകയുള്ളൂ. എഫേസ്യർ 5:14. 2. ദൈവനിർദ്ദേശം അനുസരിക്കണം. ദൈവം ഏലിയാവിന് 2 നിർദ്ദേശങ്ങളാണ് നൽകിയത്. എഴുന്നേറ്റ് തിന്നുക, യാത്ര ചെയ്യുക. മരിക്കുവാൻ ഇച്ഛിച്ചു കിടന്ന ഏലിയാവ് പിന്നെ മരിക്കണമെന്ന് പറഞ്ഞില്ല, അവൻ അനുസരിച്ചു. ദൈവം നൽകിയ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാത്രിയും നടന്ന് ഹോരേബിൽ എത്തി. വൻ കാര്യങ്ങളൊന്നും ചെയ്യുവാൻ കർത്താവ് നമ്മോട് പറയില്ല. ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ മാത്രമേ അവൻ നമുക്ക് നൽകൂ. ഒരുപക്ഷെങ്കിൽ നമ്മൾ ചിന്തിക്കും ദൈവം പറയുന്നത് പോലെ ചെയ്യുവാൻ പ്രയാസമാണ് എന്ന്. എങ്കിലും അനുസരിക്കുവാൻ തയ്യാറാകണം. ഒരുപക്ഷെ അനുസരിക്കുമ്പോൾ നമുക്ക് നഷ്ടമുണ്ടാകും. എങ്കിൽ തന്നെയും അനുസരിക്കണം. അനുസരണം മാത്രമാണ് നമ്മെ വിജയത്തിൽ എത്തിക്കുന്നത്. 3. നഷ്ടപ്പെട്ട ബന്ധം പുനഃസ്ഥാപിക്കണം.
ദൈവത്തെ അനുസരിച്ച ഏലിയാവ് എത്തിച്ചേർന്നത് ഹോരേബിലാണ്. ഒരേ പർവ്വതത്തിന് 2 പേരുകളാണ്, ഹോരേബും സീനായിയും. ദൈവം തീയിറക്കിയത് സീനായി മലയിലാണ്. പുറപ്പാട് 19:18. സീനായി പർവ്വതം ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ദൈവസാന്നിധ്യമുള്ള സീനായിയിൽ ഏലിയാവ് എത്തി. ദൈവമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിച്ചതിൽ കൂടിയാണ് ഏലിയാവ് വിജയം പ്രാപിച്ചത്. ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടതാണ് നമ്മുടെ പരാജയ കാരണം. അത് പുനഃസ്ഥാപിക്കണം. അതിന് ഹോരേബിലേക്ക് യാത്ര ചെയ്യണം. വിശ്വാസിയുടെ ഹോരേബ് കാൽവറിയാണ്. ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ക്രൂശിനടുക്കൽ ചെല്ലണം. ക്രൂശിൻ്റെ ചുവട്ടിൽ വരാതെ നമുക്ക് യഥാസ്ഥാനപ്പെടുവാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ക്രൂശാണ് സാത്താൻ്റെ ശക്തിയെ തകർത്തത്. അതുകൊണ്ട് ക്രൂശിനെ നോക്കി നമുക്ക് യാത്ര ചെയ്യാം. ക്രൂശ് മാത്രമായിരിക്കട്ടെ നമ്മുടെ മുൻപിലുള്ള ലക്ഷ്യം. കർത്താവേ, ക്രൂശ് മാത്രം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാനും സാത്താൻ്റെ ശക്തിയെ തകർത്ത് വിജയം നേടുവാനും എന്നെയും സഹായിക്കണമേ. ആമേൻ. ക്ലേശം വരും നേരം